ഇപ്പോൾ ബി.ജെ.പിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കരമന ജയൻ, ഈ SHO വിപിൻ അടുത്തിടെ വട്ടിയൂർക്കാവ് സ്ഥലത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളെപ്പറ്റി നമുക്കറിയാവുന്നതാണ്. ക്ഷേത്രങ്ങൾക്ക് നേരെ പോലും അക്രമം നടത്തുവാൻ ഇയാൾ നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ ഇയാൾക്കെതിരെ മുൻപ് ഇരുന്ന ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, ശ്രീ കരമന ജയൻ അങ്ങ് ഈ വാർത്ത ശ്രദ്ധിച്ചു കാണും, വളരെ ഗുരുതരമായ ആരോപണമാണ്. അതായത് പരാതി പറയാനായി എത്തുന്ന സ്ത്രീകൾക്ക് മുന്നിൽ ലൈംഗിക ചേഷ്ടയോടെയും മറ്റും പെരുമാറി എന്ന നിരവധി പരാതി വിപിനെതിരെ ഉണ്ട്. എന്നിട്ടൊന്നും ഇയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ SHO വിപിനെ സംരക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, CPM ആണ്. ഇത്രയും ഗുരുതരപരമായിട്ടുള്ള ആരോപണങ്ങള്, അത് ആരോപണങ്ങളല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തുതകൾ വന്നിട്ടും അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകുന്നത് CPM എന്ന പാർട്ടിക്ക് ഒരു ആയുധമായി ഈ വിപിനെ വേണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയധികം ഒരു തെളിവുകളടക്കം വനിതകളോട് അപമര്യാദയായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ വച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ജനങ്ങളോട് ബാധ്യതയുള്ള ഒരു സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും എടുക്കേണ്ടതാണ്. പക്ഷെ അത് എല്ലാവരും, ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ ഇത് അറിയാവുന്ന കാര്യം ആണെന്ന് അറിഞ്ഞിരിക്കെ അതിനെതിരെ യാതൊരു നടപടി എടുക്കാത്തത് തീർച്ചയായിട്ടും വിപിനെ CPM ആവശ്യമാണ്. യഥാർത്ഥത്തിൽ CPM ഒരു പക്കാ സഖാവായി തന്നെയാണ് വിപിൻ പ്രവർത്തിക്കുന്നത്. അത് ഇത്രയും അപമര്യാദയായിട്ട് വനിതകളോട്, നമ്മുടെ ഈ പറയുന്നത് BJPയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളല്ല, ഇത് ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് അനുഭവസ്ഥരായിട്ടുള്ള നിഷ്പക്ഷപരായിട്ടുള്ള സ്ത്രീകളടക്കമുള്ള പൊതുസമൂഹമാണ്. അത് മാത്രമല്ല, ഇത് ഞാൻ അറിഞ്ഞത് ഈ ചെങ്ങന്നൂർ തന്നെ അദ്ദേഹം ഈ പോലീസ് ഓഫീസർമാർ, ഇദ്ദേഹത്തിന് മുകളിലുള്ള ഈ പറയുന്ന ഈ വിപിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോലും കയർത്ത് സംസാരിക്കുകയും ഒരു DYSPയുടെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കുകയും അടിക്കാൻ പോവുകയും ചെയ്തു എന്നവരെ ആരോപണങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നും പലതും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വസ്തുതകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രകൃതമാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഇവർ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് വന്ന് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ നീചമായ പ്രവർത്തികൾ, ഇവിടുത്തെ ആദ്യം ഒക്കെ ഇവിടുത്തെ ആൾക്കാർ തെറ്റിദ്ധരിച്ചുവെങ്കിലും ഇന്ന് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തിരുവനന്തപുരത്തെ പൊതുസമൂഹം തന്നെ അംഗീകരിക്കുകയാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥനെ നടപടിയെടുത്ത് പോലീസ് സേനയിൽ തന്നെ പുറത്താക്കണമെന്നുള്ളതാണ്.